പാകിസ്ഥാനിലെ മന്ത്രിമാർ ലോകത്തോട് പറയുന്നത് തീവ്രവാദം കാരണം പാകിസ്ഥാൻ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. ആരിഫ് സാർ വീണ്ടും വീണ്ടും പാകിസ്ഥാനിലുള്ള മന്ത്രിമാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് തീവ്രവാദം കാരണം ഞങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തീവ്രവാദികൾ കാരണം 1000 പ്രാവശ്യം ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാനെ സ്വന്തം കാലടിയിൽ വെക്കാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അവർ ഈ വാക്കുകൾ പറയുമ്പോൾ ഞങ്ങളാണ് വിക്ടിം, ഞങ്ങളാണ് ബാധിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഒരു പഴയ പഴഞ്ചൊല്ല് സത്യമാവുകയാണ്. कि जब आप दुर्भावना से किसी और के लिए गड्ढा खोदते हैं तो आप उसमें खुद गिर जाते हैं. അവരാണ് വിക്ടിം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ, അതായത് ഞങ്ങൾ സാർ പറഞ്ഞത് കേട്ടിരുന്നു. അതിൽ എത്രമാത്രം 30 വർഷമായി അമേരിക്ക പറഞ്ഞത് കേട്ട് ഞങ്ങളും ഈ നികൃഷ്ടരായ ഭീകരവാദികളെ സൃഷ്ടിക്കണം. നിങ്ങൾ തീവ്രവാദികളെ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1,00,000 പുറമേയുള്ള നിങ്ങളുടെ ആ തീവ്രവാദികൾ അവരെ നിങ്ങൾ എന്തു ചെയ്തു? അവരെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ അവർക്ക് ഫുൾ മിലിറ്ററി ട്രെയിനിങ് നൽകിയില്ലേ? അതായത് സോവിയറ്റ് യൂണിയൻ അവിടെ നിന്നും പുറത്തേക്ക് പോയപ്പോൾ ആയുധങ്ങളുമായി അവർ തിരിച്ചെത്തി. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഫോഴ്സസ് അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെട്ടേനെ. നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കി വിട്ടത് മാത്രമല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതായത് അവർ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് കയറുന്നു. ഇപ്പോ അതേ സംഭവം തന്നെ ജനങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന സംഭവം ഓർമ്മയുണ്ടാവില്ല. അതായത് പറയുകയാണെങ്കിൽ റഷ്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് പോയതിനു ശേഷം ഒസാമ ബിൻ ലാഡൻ, അപ്പോഴുള്ള താലിബാൻ ഇപ്പോഴുള്ള താലിബാൻ കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ ആ സമയത്ത് അവൻ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നു കൊണ്ട്, കാബൂളിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യം അറിയിച്ചു. അതായത് ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ മുജാഹിദീൻ അർത്ഥം തീവ്രവാദികൾ എന്നാണ്. അതായത് അവിടെ മുജാഹിദീന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ. അവിടെ അവർ എതിരാളികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നിട്ട് അവരോട് പോരാടണം, അവരെ കൊല്ലണം, കബളിപ്പിച്ച്. തീവ്രവാദികളുടെ അർത്ഥം എന്താണ്? നിങ്ങൾ മിലിറ്ററിയുമായി ചെല്ലൂ, നിങ്ങൾക്ക് പോരാടണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനോടാണ് വഴക്കുണ്ടാക്കി. ഇപ്പൊ അഫ്ഗാനിസ്ഥാനോടും പോരാടുന്നുണ്ട്. അവരറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മുജാഹിദീൻ സേനയെ കാശ്മീർ ലക്ഷ്യം വെച്ച് അയക്കുന്നുണ്ടെന്ന്. സോ ഇത് ഞാൻ ചോദിക്കുകയല്ല. ഇത് പാകിസ്ഥാനിൽ പ്രചാരമുള്ള ഒരു പത്രത്തിന്റെ റിപ്പോർട്ടർ, അദ്ദേഹം തീവ്രവാദത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെ സിവിലൈസ്ഡായി മാറ്റാമായിരുന്നു എന്ന്. അവരെ തീവ്രവാദികളാക്കി മാറ്റിവെച്ചിരിക്കുന്നു. അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഒരു ഫോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അവർക്കൊരു എംപ്ലോയ്മെന്റ് നൽകാമായിരുന്നില്ലേ? നിങ്ങൾ അവർക്ക് ട്രെയിനിങ് നൽകിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നൽകിയ ആയുധവും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതവരെവിടെ പ്രയോഗിക്കും? ഒരുപക്ഷെ നിങ്ങൾ വിക്ടിമായിരിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് വിക്ടിമായിരിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ആ കുഴി മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ചു, പക്ഷെ നിങ്ങളാണ് അതിൽ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്നത്. ആരിഫ് സാർ, ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഈ ആക്രമണം കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഫാറൂഖ് അബ്ദുള്ള പല വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാനോടൊപ്പം നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, ചർച്ചകൾ വേണമെന്ന്. അദ്ദേഹം പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇവരോട് സംസാരിച്ച് യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്ന്. ഫാറൂഖ് സാർ പറഞ്ഞ കാര്യം കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു സത്യം പറയാം. വളരെ കാലമായി എന്റെ അഭിപ്രായം ഇതുതന്നെയായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. എന്റെ ഒരൊറ്റ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട അറ്റൽജി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അതിനു മുൻപ് എന്നെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഞാൻ പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ടൈമും എന്റെ എനർജിയും വേസ്റ്റ് ആകും എന്നായിരുന്നു. അവർക്ക് തീർച്ചയായും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആർമി ഒരു പ്രീമിയം പൊസിഷനിലേക്ക് വന്ന് അവരെപ്പോ വിചാരിക്കുന്നുവോ ലോകത്ത് രാജ്യങ്ങളുണ്ട്, അവർക്ക് ആർമിയുമുണ്ട്. പാകിസ്ഥാനിൽ ആർമിയുണ്ട്, അവരുടെ കയ്യിലാണ് രാജ്യമുള്ളത്. അവരത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. അവരുടെ ഇമ്പോർട്ടൻസ് അവരത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ,
നമ്മെ ഇന്ത്യ ഇല്ലാതാക്കും. അതുകൊണ്ട് ആർമിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ആദ്യമായി അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് തെരുവുകളിൽ ജനം അവർക്കെതിരെ പോരാടാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഈ പെഹൽഗാമിനേക്കാളും വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പെഹൽഗാം, ആസിഫ് മുനീറിന്റെ പ്രസ്താവന, അതിനുശേഷം പെഹൽഗാമിലെ സംഭവം. അവരുടെ കയ്യിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ. കാശ്മീർ ഉണ്ടായിരുന്നു, കൽമ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കെതിരായ അതെ. കാര്യവും ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മുടെ ദേശത്തും ചിലരുണ്ട്. കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ പാകിസ്ഥാനോടൊപ്പം നമ്മൾ ചർച്ചയ്ക്ക് പോകണം, അല്ലാതെ യുദ്ധം ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന്. എന്നോട് ചോദിച്ചാൽ അദ്ദേഹം കർണാടകയിലെ കാര്യങ്ങൾ നോക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയൂ. അതേ അദ്ദേഹത്തിന് ശരിയാവും. അതിനപ്പുറം സംസാരിക്കാനൊന്നുമില്ല. താങ്കളിപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു ചോദ്യം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അസദുദ്ദീൻ ഓവൈസി സാർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം വീട്ടിനുള്ളിൽ വന്ന് കൊന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം വീടിനുള്ളിലേക്ക് വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. അദ്ദേഹം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയാണത് അവസാനിപ്പിക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്ത് വേണം ചെയ്യാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കണം, കൂടുതൽ ഉള്ളിലേക്ക് പോകണം. ഐഡിയ നന്നായിട്ടുണ്ടെന്നാണോ പറയുന്നത്? ഐഡിയ നല്ലതാണ്. എപ്പോൾ എങ്ങനെയെന്ന് മാത്രം അത് തീരുമാനിക്കും. പറയാൻ കഴിയില്ല. പറയൂ. ഞാൻ അസാദുദ്ദീൻ ഓവൈസി സാഹിബിനെ കുറിച്ച് പറഞ്ഞ കാര്യം പൂർണ്ണമായും സമ്മതിക്കുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എനിക്കെന്തു തോന്നുന്നു എന്ന് വെച്ചാൽ, അതായത് ബംഗ്ലാദേശിലെ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമായിരുന്നു. അതായത് ഈ ക്രൂര കൊലകൾ നിർത്തണമായിരുന്നു. ബംഗാളീസ് തന്നെ കുടിയേറിക്കഴിഞ്ഞു. അതായത് ഞങ്ങളൊന്നും ആക്രമിച്ചില്ല, അവർ തന്നെ വന്ന് കുടിയേറിക്കഴിഞ്ഞു. ഇന്ന് പാകിസ്ഥാനിലും അതേ അവസ്ഥ തന്നെയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ദേഷ്യം ആർമിയുടെ നേർക്കാണ്, അതും കൂടുതലായി ഉണ്ട്. പക്ഷെ അവർ ആക്രമിക്കാൻ ഭയപ്പെടുന്നു. കാരണം അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തടവിലാക്കുന്നു. ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ അവർക്ക് താനെ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്രാവശ്യം അത് തീർച്ചയായിട്ടും സംഭവിക്കും.